ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റി പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായി. 26,373 ഈ ഒരു പുതിയ ഹൈ ഇൻട്രാഡേയിൽ ക്രിയേറ്റ് ചെയ്തെങ്കിലും ബ്രോഡ് ബേസ്ഡ് മാർക്കറ്റിലുണ്ടായ സെല്ലിംഗ് പ്രഷർ കാരണം സ്ലിപ്പായിട്ട് 78 പോയിന്റ് താഴത്തേക്ക് വന്ന് 26,250 നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ US വെനസ്വല സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്ലോബൽ അറ്റ്മോസ്ഫിയറിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയതെങ്കിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വലിയ തോതിൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന് കാണാൻ കഴിയും. കാരണം നമുക്കറിയാം, വെനസ്വലയുമായിട്ട് ഇന്ത്യയുടെ ഓയിൽ ട്രേഡ് എന്ന് പറയുന്നത് 1% മാത്രമാണ്. അത് മേജർ ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. കൂടാതെ ഇതൊരിക്കലും ഒരു വാറല്ല, ഇതൊരു ഏകപക്ഷീയമായ അധിനിവേശമാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു വാർ ഉണ്ടാക്കുന്ന ഒരു സൈഡ് എഫക്റ്റ് തീർച്ചയായിട്ടും ഗ്ലോബലായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. കൂടാതെ ക്രൂഡ് ഓയിൽ പ്രൈസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വലിയ തോതിലുള്ള ഒരു എസ്കലേഷൻ കാണാൻ കഴിയില്ല. ഇന്ന് നിഫ്റ്റിയിലെ ഒരു മേജർ ലൂസറായിട്ട് നമുക്ക് കാണുന്നത് HDFC ബാങ്കാണ്. അതുകൂടാതെ ഹെവി വെയിറ്റ് IT സ്റ്റോക്കുകളിലും കാര്യമായ ഡിക്ലൈൻ ഉണ്ടായി. അപ്പോൾ നിഫ്റ്റി 50 ഇന്ന് പുറകോട്ട് വലിച്ചത് ഈ ഒരു HDFC ബാങ്കും IT സ്റ്റോക്കുകളുമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ മാർക്കറ്റ് ബ്രെഡ്ത്ത് ഓവറോൾ വീക്കാണ്. അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളേക്കാൾ കൂടുതലുള്ളത് ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളാണ്. ONGC പോലെയുള്ള സ്റ്റോക്കുകളിൽ ബ്രോക്കറേജുകൾ ഡൗൺഗ്രേഡ് ചെയ്തത് കാരണം 2% ഒരു സ്ലിപ്പ് ഉണ്ടായതായിട്ട് കാണാം. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഡിഫൻസ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബജറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ അലോക്കേഷൻ വരുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിൽ BEL പോലെയുള്ള സ്റ്റോക്കുകളിൽ 3% ജമ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ നെസ്ലെ പോലെയുള്ള FMCG സ്റ്റോക്കുകളിൽ വന്നിട്ടുള്ള അവരുടെ ബിസിനസ് അപ്ഡേറ്റ് അത് ആ സ്റ്റോക്കിൽ ഒരു 3% അപ്സൈഡ് ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്ന FMCG കമ്പനി ഒരു തിരിച്ചുവരവ് നടത്തിയായിട്ട് കാണാം. ഇന്ന് അത് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. കൂടാതെ ചില സ്റ്റോക്കുകൾ നമുക്ക് ലൈം ലൈറ്റിൽ കാണാമെങ്കിൽ ഒന്ന് SJVN ആണ്. 6% ഒരു മുന്നേറ്റം ആ സ്റ്റോക്കിലുണ്ടായി. അതുപോലെ ഒല ഇലക്ട്രിക്കും 8% ഒരു ഗെയിൻ നേടിയായിട്ട് കാണാം. കൂടാതെ ഓട്ടോ സ്റ്റോക്കുകൾ ഇപ്പോഴും ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണുകയും ഡിസംബർ സെയിൽസ് ഡാറ്റ വന്നതിന് ശേഷം ഐഷർ മോട്ടോഴ്സ്, മാരുതി സുസുക്കി പോലെയുള്ള സ്റ്റോക്കുകൾ റെക്കോർഡ് ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സെക്ടർ ഇൻഡെക്സുകളിൽ മേജറായിട്ടുള്ള ലോസ് നടന്നിട്ടുള്ളത് IT സ്റ്റോക്കുകളിലാണ്. ഏകദേശം 1.5% ആണ് ഇന്ന് അത് ഡൗൺ ആയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും അധികം അണ്ടർ പെർഫോം ചെയ്ത ഒരു ഇൻഡെക്സാണ് IT ഇൻഡെക്സ്. 13% ഡിക്ലൈൻ ആണ് ഓവറോൾ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം മാർക്കറ്റ് പൊതുവേ അണ്ടർ പെർഫോമിംഗ് ആണെങ്കിലും നിഫ്റ്റി കഴിഞ്ഞ വർഷം 11% റിട്ടേൺ നൽകിയിട്ടുണ്ട്. കൂടാതെ നിഫ്റ്റി പുതിയ ഓൾ ടൈം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ IT സെഗ്മെന്റ് 13% ഡിക്ലൈൻ ആണ് കഴിഞ്ഞ ഒരു വർഷം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ IT ഡൗൺ ട്രെൻഡിനുള്ള ഒരു കാരണമായിട്ട് കാണുന്നത് CLSA എന്നുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള പ്രമുഖ ബ്രോക്കറേജ് ഇപ്പോൾ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള IT സ്റ്റോക്കുകളിൽ അവരുടെ റേറ്റിംഗ് കുറച്ചതായിട്ട് കാണാം. പ്രത്യേകിച്ച് HCL ടെക് മഹീന്ദ്ര പോലെയുള്ള സ്റ്റോക്കുകളിലാണ് അവർ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാരണം ജപ്പാൻ അതുപോലെയുള്ള മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ AI റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ IT കമ്പനികൾ വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ IT കമ്പനികൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ വളരെയധികം പിറകിലാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് CLSA ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ ഡിസംബർ ക്വാർട്ടറിൽ IT കമ്പനികളുടെ ഒരു റിസൾട്ട് സ്വാഭാവികമായിട്ട് ഏർണിങ്സ് റിപ്പോർട്ടുകൾ വരുമ്പോൾ ഒരു 0.3 മുതൽ 2.2% വരെയുള്ള ഒരു റവന്യൂ ഗ്രോത്ത് മാത്രമാണ് പല അനലിസ്റ്റുകളും പ്രവചിക്കുന്നത്. IT സ്റ്റോക്കുകളുടെ സ്റ്റെബിലിറ്റി വലിയ തോതിൽ താഴോട്ടേക്ക് പോവുകയില്ലെങ്കിലും ആ ഒരു ഗ്രോത്തിൻ്റെ ഒരു ആക്സിലറേഷൻ പ്രതീക്ഷിച്ച അത്ര ഉണ്ടായില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. എന്നാൽ HCL പോലെയുള്ള സ്റ്റോക്കുകൾ ഔട്ട് പെർഫോം ചെയ്യുമെന്നാണ് ചില റിസർച്ച് ബ്രോക്കറേജ് കമ്പനികൾ പറയുന്നത്. അതുപോലെ തന്നെ വിപ്രോ പുതിയ കോൺട്രാക്ട് ഡീലുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി ആ സ്റ്റോക്കിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ TCSഉം ഇൻഫോസിസും അവരുടെ ആ ഒരു സീക്വൻഷ്യലായിട്ടുള്ള ഒരു ഗ്രോത്ത് വളരെ സോഫ്റ്റ് ആകുമെന്നാണ് പൊതുവെ പ്രവചിക്കുന്നത്. അപ്പോൾ ഈ ക്വാർട്ടർ 3 IT സ്റ്റോക്കുകൾ പൊതുവെ അവരുടെ റവന്യൂ ഇമ്പ്രൂവ് ആയതായിട്ട് കാണും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം റുപ്പിയിലുണ്ടായ വീക്ക്നെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോളർ ടേംസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ കമ്പനികളുടെ ഏർണിങ്സ് ഡോളറിലായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ ഒരു മാർജിനൽ ഇമ്പ്രൂവ്മെൻറ്റ് പ്രൊഡക്ടിവിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. സാലറി ഹൈക്കും അതുപോലെയുള്ള പുതിയ ഡീലിങ്സ് അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന കാലതാമസവും അവിടെ സ്പെൻഡിങ് വലിയ തോതിൽ ഇൻ്റർനാഷണൽ ലെവലിൽ കുറഞ്ഞതുമൊക്കെ സീസണലായിട്ടുള്ള ആ ഒരു അഡ്വാൻറ്റേജിനെ ഇല്ലാതാക്കുന്ന രീതിയിലാണെന്നാണ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട മറ്റ് വസ്തുതകൾ. എങ്കിൽ പോലും വലിയ തോതിലുള്ള ഒരു ക്രാഷ് അതിൻ്റെ ഏർണിങ്സിൽ ഈ ഒരു ക്വാർട്ടറിൽ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും അവരുടെ ആ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വാർട്ടർ 3 ഏർണിങ്സ് റിപ്പോർട്ടിൽ മാനേജ്മെൻറ്റ് ഗൈഡൻസിൽ ഏറ്റവും കൂടുതൽ എല്ലാ കമ്പനികളും പറയാൻ സാധ്യതയുള്ളത് AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ കമ്പനികളുടെ ആ ഒരു
റിക്രൂട്ട് ചെയ്യുന്ന ആ നമ്പേഴ്സിൽ വലിയ തോതിൽ കുറവ് വന്നിട്ടില്ല എന്നാണ് പൊതുവെ ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ TCS ഏകദേശം 42,000 ഫ്രഷേഴ്സിനെ FY26 റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അത് FY25 40,000 എന്ന ലെവലിൽ നിന്നും 2,000 അധികമാണ്. ഇൻഫോസിസ് 15,000 നിന്നും 20,000 എന്ന ലെവലിലേക്ക് അവർ പുതിയ ഫ്രഷേഴ്സിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ HCL ടെക്കും വിപ്രോയും ഒക്കെ ഏകദേശം 10,000 മുതൽ 12,000 വരെ ഫ്രഷേഴ്സിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പക്ഷെ നടക്കുന്നത് ഒരു ജോബ് റീബാലൻസിങ് ആണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലുള്ള എക്സ്പേർട്ടുകളെ കൂടുതലായിട്ട് അവരുടെ കമ്പനികളിൽ റിക്രൂട്ട് ചെയ്യുകയാണ് പല കമ്പനികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും വലിയൊരു ട്രാൻസിഷൻ സ്റ്റേജിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ IT കമ്പനികൾ വലിയൊരു ഏർണിങ്സ് റിപ്പോർട്ട് കൊണ്ടുവരണമെങ്കിൽ ഇനിയും സമയമെടുക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2026 IT കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ഇംപ്രസീവായിട്ടുള്ള ഒരു വർഷമായിരിക്കില്ല എന്നാണ് പൊതുവെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് അതുപോലെ നമ്മൾ നിഫ്റ്റി 500 സ്റ്റോക്കുകളിൽ വലിയ തോതിൽ റാലി നടന്ന ഒരു സ്റ്റോക്കാണ് നെറ്റ്വർക്ക് ടെക്നോളജി. 8% ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിലുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് കാണുന്നത് അവിടെ നടന്നിട്ടുള്ള ഒരു ബ്ലോക്ക് ഡീലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. നമുക്കറിയാം ബ്ലോക്ക് ട്രേഡ് എന്ന് പറയുന്നത് വലിയ ലാർജ് വോളിയം ട്രാൻസാക്ഷനാണ്. സാധാരണ ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ടുകളും അതുപോലെ ഹൈ നെറ്റ് വർത്ത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ബ്ലോക്ക് ഡീൽ നടത്താറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് റെഗുലർ മാർക്കറ്റിൻ്റെ ഔട്ട്സൈഡ് നടക്കുന്ന ഡീലാണ്. കാരണം മാർക്കറ്റിൽ ഈ ഡീൽ നടക്കുമ്പോൾ അത് സ്റ്റോക്ക് പ്രൈസിനെ വലിയ തോതിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് മാർക്കറ്റിന് പുറത്ത് നടക്കുന്ന ഡീലായതുകൊണ്ടും ഇതിൻ്റെ വിശദാംശങ്ങൾ കിട്ടുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഏകദേശം 24 കോടിയുടെ ഒരു ട്രാൻസാക്ഷനാണ് നടന്നിട്ടുള്ളത്. അപ്പം അവിടെ 70,402 ഷെയറുകൾ ഏകദേശം 3,419 എന്ന പ്രൈസിലാണ് ട്രേഡ് നടന്നിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ നമുക്കറിയാം ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 3,270 എന്ന ലെവലിലാണ്. അതിനേക്കാളും ഉയർന്ന റേഞ്ചിലാണ് ഈ ബ്ലോക്ക് ഡീൽ നടന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത്തരം ഒരു റിപ്പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ സ്റ്റോക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യും, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലോക്ക് ഡീൽ നടക്കുന്നതിന് പല കാരണങ്ങളുണ്ടാകും. ഒന്നുകിൽ ലാർജ് ഇൻവെസ്റ്റേഴ്സ് അവരുടെ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യുന്നതാവാം, അവർ പുതിയ പൊസിഷൻ എടുക്കുന്നതാവാം, അതല്ലെങ്കിൽ നിലവിലുള്ള പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നതാകാം. അപ്പോൾ അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതുപോലെ ഇന്ന് മാർക്കറ്റിൽ വലിയ തോതിൽ താഴേക്ക് വന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഒന്ന് പ്രീമിയർ എനർജിയും മറ്റൊന്ന് വാരി എനർജിയും. ഏകദേശം 5% മുതൽ 7% വരെ ഈ 2 സ്റ്റോക്കുകളും താഴേക്ക് വന്നതായിട്ട് കാണാം. ബെൻസ്റ്റീൻ പോലെയുള്ള ഇന്റർനാഷണൽ ബ്രോക്കറേജ് ഈ 2 സ്റ്റോക്കുകളെയും അണ്ടർ പെർഫോം എന്നുള്ള കാറ്റഗറിയിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തതാണ് ഈ സ്റ്റോക്കുകൾ ഇത്രയധികം താഴേക്ക് പോകാൻ കാരണമായിട്ടുള്ളത്. ഓവറോൾ കഴിഞ്ഞ ഒരു മാസം പ്രീമിയർ എനർജി 12%, വാരി എനർജി 13% താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 2025 ഡിസംബർ അവസാനം ഡിസംബർ 31 ഈ 2 സ്റ്റോക്കുകൾ F&O സെഗ്മെന്റിൽ ആഡ് ചെയ്യപ്പെട്ടത്. ഇതിൽ 4 സ്റ്റോക്കുകൾ ഈ ഡിസംബർ 31 ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 2 സ്റ്റോക്കുകളാണ് ഈ പ്രീമിയർ എനർജിയും വാരി എനർജിയും. ഇതുകൂടാതെ സ്വിഗ്ഗിയും ബജാജ് ഹോൾഡിങ്സും പുതുതായിട്ട് F&O സെഗ്മെന്റിൽ വന്ന സ്റ്റോക്കുകളാണ്. ആ സമയത്ത് റിമൂവ് ചെയ്യപ്പെട്ട സ്റ്റോക്കുകളാണ് HFCLും NCCയും സൈയന്റ് അതുപോലെ തിത്തഗാർ റെയിൽ സിസ്റ്റം. ഈ 4 സ്റ്റോക്കുകളാണ് അവിടെ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ F&O സെഗ്മെന്റിൽ വന്ന ശേഷമാണ് ഈ 2 സ്റ്റോക്കുകളും വലിയ തോതിൽ താഴേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ ബെൻസ്റ്റീൻ ഇതിന് കൊടുത്തിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രീമിയർ എനർജിയുടെ ടാർഗറ്റ് ഏകദേശം 718 എന്ന ലെവലാണ്. അതായത് നിലവിലുള്ള പ്രൈസിൽ നിന്നും 15% ഒരു ഡൗൺ സൈഡാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ വാരി എനർജിയിലും നിലവിലുള്ള പ്രൈസ് ഏകദേശം 26% താഴേക്ക് വരുമെന്നാണ് പറഞ്ഞത്. ഏകദേശം 2,109 എന്ന ലെവലിൽ എത്തുമെന്നാണ്. നമുക്കറിയാം ഇന്റർനാഷണൽ ബ്രോക്കേജ് ഹൗസുകളുടെ ഇത്തരം ടാർഗറ്റുകൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും പക്ഷെ അതിനെ മുഖവിലക്കെടുക്കുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. സ്വാഭാവികമായിട്ടും അവർ സെൽ ഓഫ് നടത്തും. അതാണ് നമ്മൾ ഇന്ന് കണ്ടതെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ നമ്മുടെ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ചയിൽ വലിയ ക്രാഷ് ഉണ്ടായ ITC സ്റ്റോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് അത് കുറച്ച് സ്റ്റെബിലൈസ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ 350 എന്നുള്ള ലെവലിൽ സ്റ്റോക്ക് ഒരു പക്ഷേ പിടിച്ചു നിന്നേക്കാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ അതിൻ്റെ RSI ടെക്നിക്കലി സൂചിപ്പിക്കുന്നത് 15 എന്ന ലെവലാണ്. അതായത് എക്സ്ട്രീംലി ഓവർ സോൾഡ് സോണിലാണ് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഈ ITCയുടെ 2001 മുതൽ 2025 വരെയുള്ള നീണ്ട 25 വർഷത്തെ ഒരു ചരിത്രം എടുത്താൽ 6 പ്രാവശ്യം മാത്രമാണ് ഇത് ഏതെങ്കിലും വർഷം നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ളത്. അത്തരം റിട്ടേൺ ഒരിക്കലും ടാക്സ് റിലേറ്റഡ് ആയിരുന്നില്ല. ടാക്സ് റിലേറ്റഡ് ആയിട്ട് പലപ്പോഴും ITCയിൽ ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് കയറാറുമുണ്ട്. എന്നാൽ ITCയിലെ ഈ 6 പ്രാവശ്യം ഉണ്ടായ ക്രാഷ്, ഒന്ന് ഗ്ലോബൽ ക്രാഷ് 2008 വേൾഡ് വൈഡ് ബബിളിൻ്റെ ഭാഗമായിട്ടുണ്ടായ ക്രാഷിൽ സ്റ്റോക്ക് 12% താഴേക്ക് പോയിരുന്നു. പിന്നീട് ഇത് താഴേക്ക് പോയത് 2015 അതുപോലെ 2016 വർഷങ്ങളിലാണ്. ആ സമയത്തും വേൾഡ് വൈഡ് ബിയർ മാർക്കറ്റ് ആയിരുന്നു. അന്ന് 12%, 8% ഒക്കെ താഴേക്ക് വന്നിരുന്നു. പിന്നീട് വന്നത് കോവിഡ് ക്രാഷിൻ്റെ സമയത്താണ്. ആ സമയത്ത് 16% മുതൽ 12% വരെ ആ 2 വർഷങ്ങളിൽ താഴേക്ക് വന്നിരുന്നു. എന്നാൽ അതിനുശേഷം ആദ്യമായിട്ടാണ് ഈ 2025 ഇപ്പോൾ 13% താഴേക്ക് വന്നിട്ടുള്ളത്.
അപ്പോൾ ITC 19 വർഷം പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ 10 വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് 30% കൂടുതൽ ഓരോ വർഷവും റിട്ടേൺ നൽകിയ വർഷങ്ങളാണ്. അതുപോലെ 3 പ്രാവശ്യം 50% കൂടുതൽ റിട്ടേൺ നൽകിയ വർഷങ്ങളുണ്ടായിട്ടുണ്ട്. കൂടാതെ ITC ഡിവിഡൻഡും ബോണസും ഒക്കെ നൽകുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ITC തീർച്ചയായിട്ടും അതിൻ്റെ സ്റ്റെബിലിറ്റിയിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.